ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. അപ്പോൾ എൻ്റെ ഓഫീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 ഇയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ജൂലൈ 7 തൊട്ട് 3-ാമത്തെ ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് വീട്ടിൽ ചെറിയൊരു ഡെസ്ക്ടോപ്പും വെച്ച് ആണ് ഞാൻ തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ ഓഫീസിലേക്കൊക്കെ മാറിയത്. ഇപ്പോൾ ഏകദേശം 2 ഇയർ കംപ്ലീറ്റ് ആയി, 3rd ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ടിങ് ടൈമിൽ ഏകദേശം ഒരു ബെഡ്റൂമൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഏകദേശം ഒരു 1800 രൂപയ്ക്കാണ് ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു 1500 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ വാല്യൂ മാക്സിമം അവർക്ക് വേണ്ടി ഔട്ട്പുട്ട് ഞാൻ കൊടുക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള തിരിച്ചൊരു റിവ്യൂ എനിക്ക് കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അവരാരും അതിനൊരു വാല്യൂ ചെയ്തിരുന്നില്ല. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ പ്രൈസിങ്ങും കൂട്ടി എൻ്റെ വാല്യൂ അപ്പോഴും ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അന്ന് 1800 തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും എനിക്ക് കൂട്ടി ഒരു ബെഡ്റൂം ചെയ്യും എന്നുള്ള രീതിക്കാണ്. ആ ഒരു രീതിയിൽ എനിക്കൊരു 4-5 ക്ലയൻറ്റിന് എനിക്ക് ചെയ്ത് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഞാൻ വന്നിട്ടുള്ളത്. ഇനിയും ഞാൻ അങ്ങോട്ട് ഇതിനേക്കാളൊരു 4-5 പടിയെങ്കിലും മുകളിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് അവർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുത്ത് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും തുടക്ക സമയത്ത് നമ്മൾ തുടങ്ങുമ്പോൾ ആർക്കും നമ്മളതിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല. ആരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിങ് ആണെങ്കിലും നമ്മൾ മെസ്സേജ് ചെയ്താലാണെങ്കിലും ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഹാപ്പി ഫേസ് കാണാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോൾ ഏറ്റവും നല്ല ക്ലയൻസുകൾ തന്നെ സെലക്റ്റീവായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു നല്ലൊരു റിവ്യൂ, അതുപോലെ തന്നെ നല്ലൊരു അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇമോഷണലായിട്ട് അല്ലെങ്കിൽ അവർ വളരെയധികം ഒരു അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ആ വാല്യൂ കാര്യങ്ങളൊക്കെ ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ആ വാല്യൂ കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ടൊക്കെയാണ് ഇന്നിങ്ങനെ ഒരു റിസോർട്ടിലൊക്കെ വന്ന് ഒരു ദിവസം നിൽക്കാനൊക്കെ ശരിക്കും പറ്റുന്നത്. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അതിനും വലിയ സിറ്റുവേഷനൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും വാല്യൂബിളായിട്ട് എനിക്ക് കാര്യങ്ങൾക്ക് എൻ്റെ ക്ലയൻറ്റുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടും അവരും അത്രയും 100% സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടുമാണ് എനിക്ക് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തു കൊടുക്കാനുള്ള ഇൻവോൾവ്മെൻറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും 110% എങ്കിലും കൂട്ടി ഞാൻ ചെയ്യുമെന്നുള്ള ഭാഗം എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഉറപ്പ് തന്നുകൊണ്ടാണ് ഈ 3-ാമത്തെ ഇയർ തുടങ്ങാൻ പോകുന്നത്. ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. August 7 ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മൾ റിസോർട്ട് എടുത്തിട്ടുള്ളത്. റിസോർട്ട് തന്നെ റൂം. അപ്പോൾ ഇതൊക്കെ പറ്റിയത് ഏറ്റവും നല്ല രീതിയിൽ ഇൻറ്റീരിയറിൻ്റെ മേഖലയിൽ ഉറപ്പില്ലാണ്ട് ഇൻവോൾവ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെയാണ്. ഇനിയും അങ്ങനെ തന്നെ നിൽക്കും. ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു.